കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോഴും എൻ്റെ ഒരു സാക്ഷ്യം പകരുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് നൽകി തന്ന ഈ വലിയേറിയ സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, എന്നോട് പല ദൈവമക്കളും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സുവിശേഷം പറയുക? എനിക്കത് അറിയില്ല. വചനങ്ങൾ കുറേ അറിയാമെങ്കിലും അനുഭവങ്ങൾ ഏറെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് പറയണമെന്നറിയത്തില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഞാനൊരു സുവിശേഷ വേല അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ഈ നിമിഷം ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ 2023 ഞാൻ ഇങ്ങോട്ട് ജാർഖണ്ഡിലോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ 24 ഞാൻ ചർച്ചിലൊരു സാക്ഷ്യം പറയുവാനായിട്ട് 24 ഏപ്രിൽ മാസത്ത് ഞാൻ ചർച്ചിലൊരു സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ അങ്ങനെ എൻ്റെ കഴിഞ്ഞ കാല ഡയറിയിലെ കുറിപ്പുകളെടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സുവിശേഷ പാതയിൽ കർത്താവ് എന്നെ 4 ഘട്ടങ്ങളായി അതുവരെ നടത്തി വന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ എങ്ങനെ എന്ന് ഞാൻ നിങ്ങളോട് പറയാം. പ്രിയ ദൈവമക്കളെ, എൻ്റെ ആ ഒരു മാരേജിന് മുമ്പായിട്ടുള്ള ആ ഒരു 21 വർഷക്കാലം എന്ന് അതുവരെ ആദ്യത്തെ ഘട്ടമായിരുന്നു എൻ്റെ സുവിശേഷ വേലയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പറയത്തക്ക. 14 വയസ്സ് വരെയും എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പപ്പയുണ്ടായിരുന്നു, പപ്പയുടെ നിഴലിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. അങ്ങനെയായിരുന്നു. ഞങ്ങൾ 5 പെൺപിള്ളേരാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ 2ാമത്തെ മകളാണ്. എൻ്റെ പപ്പ എന്നോട് ചോദിച്ചു, നിനക്ക് എന്ത് പഠിക്കാനാണ് ആഗ്രഹമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻജിനീയറിംഗ് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, ശരി, നിന്നെ ഞാൻ എൻജിനീയറിംഗ് വിടാം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ 10ാം ക്ലാസ് ഞാൻ ജയിക്കുന്നതിന് മുമ്പ് ഈ ലോകം വിട്ട് പപ്പയ്ക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ 5 പെൺമക്കൾ, അമ്മ, പപ്പയുടെ അമ്മ, അങ്ങനെ 7 പെണ്ണുങ്ങൾ തനിച്ചായ ഒരു ഭവനത്തിലെ 2ാമത്തെ മകളാണ് ഞാൻ. അപ്പോൾ എൻജിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ പഠനം 10ാം ക്ലാസ്സോടെ സ്റ്റോപ്പായി. ഞാൻ അന്ന് ആ ചർച്ചിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞാൻ കർത്താവ് നിറയെ എൻ്റെ ദൈവമഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ക്ഷോണി തന്നിൽ ആ പാട്ടാണ് അന്ന് പാടിയത്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ആ ചരണങ്ങൾ പാടിയപ്പോൾ ഞാൻ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു, ദൈവത്തോട് കരഞ്ഞു. പിറ്റേന്ന് എൻ്റെ അമ്മ പറഞ്ഞു, കരച്ച് വിളിച്ചിരുന്നാൽ പറ്റത്തില്ല, നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി എംപ്ലോയ്മെൻറ്റിൽ ചേർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങി എംപ്ലോയ്മെൻറ്റിൽ ചേർക്കാനായിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചു, നീ ഏത് സ്കൂളിൽ പോകുന്നു, ഇവിടെ നിന്ന് TC വാങ്ങി, ഇവിടെ നിനക്ക് +1 +2 പഠിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ഒരിടം പോകുന്നില്ല, എൻ്റെ പഠനം നിർത്തി, എൻ്റെ പപ്പ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കണക്ക് പഠിപ്പിച്ച മാർട്ടിൻ എന്ന് പറയുന്ന എൻ്റെ സാറ് ചോദിച്ചു, നിനക്ക് അപ്പോഴാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിന് മാസം 20 രൂപ ഫീസ് കൊടുക്കണം, 65 രൂപ അഡ്മിഷൻ ഫീസ് നൽകണം. അപ്പോൾ 1985 അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ആ ഫീസ് നൽകാനുള്ള വഴി ഇന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ചോദിച്ചു, നീ ഫീസ് കൊടുത്താൽ പഠിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അതേ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് +1 പഠിക്കുവാനുള്ള കൃപ ദൈവം നൽകി. അടുത്തിട്ട് അപ്പോഴാണെങ്കിൽ കമ്പ്യൂട്ടറില്ല, ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുവാനുള്ള കൃപ ദൈവം നൽകി. അതിനുശേഷം DTED പഠിക്കാനുള്ള കൃപ ദൈവം നൽകി. അങ്ങനെ ഓരോ ദിവസവും കർത്താവിനെ നടത്തി വന്ന വഴികൾ, അടുത്ത് എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും, അടുത്ത് ഞങ്ങളാണെങ്കിൽ വരുമാനം ഒക്കെ നിന്നുപോയ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നേരം പോലും ഞങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല. ഉപവസിക്കാനായിട്ട് കഴിക്കാതിരുന്നതല്ലാതെ ഒരു നേരം പട്ടിണി കിടക്കുവാൻ പോലും എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. അടുത്ത 5 മക്കളെയും കർത്താവ് ഏൽപ്പിച്ച്. എൻ്റെ അമ്മ എപ്പോഴും ഇനി എങ്ങനെ മക്കൾക്ക് കഴിക്കുവാൻ കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ അമ്മ പറയും,
മരുഭൂമിയിൽ ജനങ്ങളെ 40 വർഷം തിന്നാൻ കൊടുത്ത ദൈവം എൻ്റെ മക്കൾക്ക് കഴിക്കുവാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മോർ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ൽ പരം ജനങ്ങൾക്ക് കഴിക്കുവാൻ കൊടുത്ത് മിച്ചം വരുത്തിയ ദൈവം എൻ്റെ 5 പെൺമക്കളെ നിലനിർത്തി എനിക്ക് മിച്ചം തരുമെന്ന് പറയും. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വാക്കുകളല്ലാതെ ആരോടും ഇല്ല എന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു നേരം പോലും ഞങ്ങൾ പട്ടിണി കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഞങ്ങളെ വീട്ടിൽ ആഹാരമില്ലെന്നാവുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമായിരുന്നു. ഞങ്ങളുടെ പഠനങ്ങളും കർത്താവ് ഓരോരോ വഴിയിൽ കൂടെ നടത്തി. അടുത്താണെങ്കിൽ 5 പെൺമക്കൾക്ക് ഞങ്ങൾക്ക് അല്പം ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് മതിയെന്ന് ചോദിച്ചുകൊണ്ട് 5 ആൺമക്കളെ അമ്മയ്ക്ക് ദൈവം കൊണ്ടുവന്ന് കൂട്ടിക്കൊടുത്തു. അങ്ങനെ 5 മക്കളുടെ കല്യാണം കഴിഞ്ഞ് 10 കൊച്ചുമക്കളെയും കണ്ട് 2013 എൻ്റെ അമ്മ സന്തോഷത്തോടുകൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ദർശനങ്ങൾ ഒരുപാട് കണ്ട് അങ്ങനെ ദർശനത്തിൻ്റെ മധ്യയിലാണ് അമ്മയുടെ മരണം. എൻ്റെ പ്രിയ ദൈവമക്കളെ, അപ്പോൾ ആ കൊച്ചു പ്രായത്തിൽ ദൈവം എനിക്ക് തന്ന ആ ഒരു വഴികൾ 21-ാമത്തെ വയസ്സിൽ കർത്താവ് എനിക്കൊരു കുടുംബജീവിതം തന്നു. അപ്പം ആ ഒരു 20 വർഷം വരെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു 15 വയസ്സിന് ശേഷം ചർച്ചിലെ പ്രോഗ്രാം വന്നാലും അവിടെ ആഹാരം പാചകം ചെയ്യുന്നതിലായാലും വൃത്തിയാക്കുന്നതിലായാലും വിസിറ്റിംഗ് പോകുന്നതിനായാലും എല്ലാത്തിലും മുതൽ പങ്കായിട്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു എൻ്റെ ദൈവമക്കളെ. അപ്പോൾ ചർച്ചിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കരമായ ഒരു ആവേശം കാണിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ബീഹാറിലെ അഗസ്റ്റിൻ ജപകുമാർ പാസ്റ്ററുടെ ആ മിഷൻ ക്യാമ്പിൽ നിന്ന് ജെംസിൻ്റെ ഒരു യുദ്ധസത്തം എന്നുള്ള ഒരു പുസ്തകം എൻ്റെ വീട്ടിൽ വന്നു. ആരാണ് എൻ്റെ അഡ്രസ്സ് കൊടുത്തതെന്ന് ഇന്ന് വരെയും എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ ഒരു ഭാരമുണ്ടായി. എന്നാലാവുന്ന കാണിക്കകൾ ഞാൻ അയച്ചു കൊടുക്കുകയും ആ ഒരു പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ അടുത്ത് ആ 1ാമത്തെ ഘട്ടം എൻ്റെ മാരേജിന് മുമ്പ് കഴിഞ്ഞെങ്കിലും 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കർത്താവ് നമ്മളെ ജീവിതത്തിൽ ചെയ്തു തന്ന ആ ഉപകാരങ്ങളെ ഞാൻ അടുത്തവരോട് പറയുവാൻ തുടങ്ങി. എൻ്റെ പ്രിയ ദൈവമക്കളെ, അന്ന് എനിക്ക് അറിയത്തില്ല ഞാനൊരു സുവിശേഷ വേലയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനെ കുറിച്ചാണ് സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്കാരെങ്കിലും വിലപിടിപ്പില്ലാത്ത നമുക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും തരുമ്പോൾ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുവാൻ നാം അവരുടെ കാര്യങ്ങൾ അടുത്തൊരു വ്യക്തിയോട് പറയും പോലെയാണ് എൻ്റെ സുവിശേഷ പറച്ചിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാണുന്നവർ വിഷമത്തിലിരിക്കുന്നവരോട് പിന്നെ ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച്, കർത്താവ് നമ്മളെ നടത്തി വന്ന പാതകളെക്കുറിച്ച് അനാഥയായ മക്കളോടും വിധവമാരോടും ഞാൻ പങ്കുവയ്ക്കുവാൻ തുടങ്ങി. അവരുടെ ദുഃഖത്തിൽ എനിക്കൊരു ആശ്വാസം പകരുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്നതിനെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ അവർ ആശ്വാസം കൊള്ളുമായിരുന്നു. അതിനുശേഷം അവരെന്നെ കാണുമ്പോൾ അവർ പറയുമായിരുന്നു, നീ അന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ദൈവത്തിൽ കുറേ കൂടെ വിശ്വാസമായി, ഞാനിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് കുറേ കൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ എവിടെയെങ്കിലും യാത്രയ്ക്ക് വന്നൊക്കെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ പോകുന്ന വഴിയിൽ ആരോടെങ്കിലും സുവിശേഷം പറയുവാൻ എനിക്ക്, അല്ലെങ്കിൽ നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ എനിക്കൊരു അവസരം തരണമെന്ന് ഞാൻ എൻ്റെ ബാഗിൽ മലയാളത്തിൻ്റെ കുറേ മാസികകളും തമിഴിൻ്റെ മാസികകളും വെച്ചിരിക്കും. ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നും കൊണ്ട് ഇങ്ങനെ മുഖത്തിൽ നോക്കും, അവരെങ്ങനെ നിൽക്കുന്നു. അവരോട് ഞാൻ തന്നെ ആദ്യം സംസാരിക്കും, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് അവരെന്നോടും ചോദിക്കും. ചിലരോട് ഞാനങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ആ ഒരു വിഷമ മുഖം കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്ത് നിങ്ങൾ വല്ലാത്തൊരു ദുഃഖത്തിലാണല്ലോ എന്ന് ഞാൻ തന്നെ അവരോട് അങ്ങ് ചോദിക്കുമ്പോൾ ചിലർ അതൊന്നും ഇല്ലെന്നും മിണ്ടാതിരിക്കും. ചിലർ അവരുടെ ആ ഒരു വിഷമത്തിൻ്റെ കാര്യം എന്നോട് പറയും. അവർ പറയുന്നവരോട് അതിന് ഏറ്റതായിട്ട് എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം ഞാൻ അവരോട് പറയും. എനിക്ക് യേശു ചെയ്തു തന്ന ചില നന്മകളെക്കുറിച്ച് ഞാൻ അവരോട് പറയും. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മാസിക, അവർ തമിഴാണെങ്കിൽ തമിഴ് എടുത്ത് കൊടുക്കും,
മലയാളമാണെങ്കിൽ മലയാളം എടുത്തു കൊടുക്കും. അതിനുശേഷം ഞാൻ പറയും കർത്താവ് കൂടെ ഇരിക്കും, നിങ്ങളെ നടത്തുമെന്ന്. ഒന്നും പറയാത്തവരോടും അല്ലെങ്കിൽ മറുപടി പറയാതിരിക്കുന്നവരോട് ഞാൻ ബസ്സിൻ്റെ അകത്തും എൻ്റെ സീറ്റിനടുത്തിരിക്കുന്നവരോടായാലും ഞാൻ ഒരു പുസ്തകത്തെ എടുത്ത് കൊടുത്ത് പറയും, നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങളിത് വായിക്കുക, നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരത്ഭുതം നിങ്ങൾക്ക് നടക്കും, നിങ്ങൾ ആവശ്യത്തിലിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു മാസിക എടുത്ത് അവർക്ക് കൊടുക്കും. ഇതേപോലെയാണ് എൻ്റെ സുവിശേഷ വേല ഞാൻ തുടർന്നു കൊണ്ടേയിരുന്നത്. അതങ്ങനെ വർഷങ്ങളോളം തുടർന്നു. അങ്ങനെ 2009 ഞാനാണെങ്കിൽ ഷാർജയിലേക്ക് വിസിറ്റിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ നല്ലവണ്ണം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിൽ ഞാൻ പോയി. അവിടെ പോയപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ 2 മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും മാസിക വെച്ചിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എൻ്റെ ഇടതുവശത്ത് ഒരു കുഞ്ഞും വലത് സൈഡിലൊരു കുഞ്ഞും, കേരളത്തിലുള്ള 2 മക്കളുടെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹത്തെ അതുവരെ രുചിച്ചറിയാത്ത 2 മക്കൾ അതിലുണ്ടായിരുന്നു. ഞാൻ അവരോടുകൂടെ ഒരു കാര്യവും പറയാൻ സാധിച്ചില്ല. കർത്താവെ, ഞാൻ എങ്ങനെ ഇവരോട് നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടേ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പം പോകുന്ന കാര്യവും ചില കാര്യങ്ങൾ അവരോട് പകർന്നു കൊടുക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഒരു അരമണി നേരം കടന്നപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ വിളിച്ച് ഞാൻ എൻ്റെ കയ്യിലിരുന്ന മാസികയിൽ ഒരെണ്ണം കൊടുത്ത് പറഞ്ഞു, മോളെ, നീ ഏതെങ്കിലും ഒരു ആവശ്യത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ തനിച്ചായി വിഷമത്തിലായിരിക്കുമ്പോൾ ഈ മാസിക ഒന്ന് വായിക്ക്, നിനക്ക് ആ കഷ്ടസമയത്ത് ഒരു ഉപകാരം കിട്ടുമെന്ന് പറഞ്ഞ് വലതുവശത്തിലിരുന്ന കുഞ്ഞിന് ആദ്യം ഒരു പുസ്തകം കൊടുത്തു. അടുത്ത ഇടതുവശത്തിലിരുന്നവൾ എന്നെ അങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, മോളെ, നിനക്ക് ഞാനൊന്ന് തരാം. നീ റൂമിലിരിക്കുമ്പോൾ വിഷമത്തിലിരിക്കുമ്പോൾ നീ ഈ പുസ്തകം ഒന്ന് വായിക്ക്, നിനക്ക് നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി, അടുത്ത ഫ്ലൈറ്റിൽ ഇറങ്ങി ഞാൻ റൂമിൽ പോയപ്പോൾ ഞങ്ങൾ ആ ഒരു വീട്ടിൽ 3 താമസക്കാരാണ്. അപ്പോൾ അതിലാണെങ്കിൽ 2 പേരും 2 ചെറിയ കുഞ്ഞുങ്ങളുള്ള പിള്ളേരായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും രാവിലെ ഒരു കിച്ചണിൽ ഞങ്ങൾ ഒത്തുചേരുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് 1 മാസത്തെ വിസയാണ് തീർന്ന് ഞാൻ നാട്ടിലേക്ക് വരുവാൻ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴവർ 2 പേരും, അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 മാസം കൂടെ ടിക്കറ്റിൻ്റെ കാലാവധി നീട്ടാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ട്, കടത്തിൻ്റെ മധ്യയിലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയാണ് എൻ്റെ ഭർത്താവ് എന്നെ ഷാർജയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ 2 പേരും വന്ന് എൻ്റെ 2 കയ്യിൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആൻറ്റി അങ്കിൾ കൊണ്ടുവന്നതല്ല, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഇവിടെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ 1 മാസം കൊണ്ട് ആൻറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ആരോട് ചോദിക്കണമെന്നറിയത്തില്ല. ബൈബിളിലെ ചില ക്വസ്റ്റ്യനുകൾ, ആൻസറുകൾ എല്ലാം ആൻറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആൻറ്റിയുടെ ജീവിത അനുഭവങ്ങൾ കുറേ കൂടെ ഞങ്ങൾക്ക് പാഠമായി. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് എൻ്റെ 2 കയ്യിൽ പിടിച്ചിട്ട് എന്നിട്ട് അവർ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളിന്ന് വളരെ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞു. 2 പേരും ആ ദിവസങ്ങളിൽ തന്നെ ആത്മീക ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ തുടങ്ങി. 2021 ഞാൻ ഷാർജയിൽ പോയപ്പോഴും ഒരു കുടുംബത്തെ ഞാൻ കണ്ടു. ആ കുടുംബം അപ്പോഴും ആത്മീക സഭയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റു കുടുംബത്തെ ഞാൻ കണ്ടില്ല. അവരെവിടെ പോകുന്നെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പ്രിയ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സ്നേഹമാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഈ സ്നേഹം അറിയുവാൻ അല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിച്ചറിവാൻ അതൊരു ജാതിയോ മതമോ ഒന്നുമില്ല. നമ്മുടെ യേശു ലോകത്തിൻ്റെ രക്ഷിതാവാണ്. അതൊരു മതക്കാർക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു വിവാഹക്കാർക്കോ അല്ല യേശുവിൻ്റെ സ്നേഹം കൊടുക്കുവാനുള്ളത്. ലോകത്തിലുള്ള സകല സൃഷ്ടിക്കുമാണ്. അനുഭവിച്ചതിന് അവരോട് പറയുമ്പോൾ അവരും അവരുടെ
കഷ്ടത്തിൽ നിന്ന് അല്പം ഒന്ന് വിടുതൽ പ്രാപിക്കുമല്ലോ. അതുകൊണ്ട് അതുമാണ് എൻ്റെ രണ്ടാമത്തെ ഖണ്ഡത്തിൻ്റെ സുവിശേഷ വേലയായിരുന്നു. ഇങ്ങനെ നടന്നു തിരിഞ്ഞുള്ള ഒരു സുവിശേഷം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഡയറി എടുത്ത് നോക്കിയപ്പോൾ 2011 ശേഷം എനിക്കൊരു ആക്സിഡൻ്റായി. അതോടുകൂടെ ഞാൻ ഒരുപാട് രോഗിയായി തീർന്നു. അടിക്കടി ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. അപ്പോൾ എനിക്ക് നടക്കുവാൻ ബാലൻസ് പോയി. അങ്ങനെ ഒരേ കിടക്കയിൽ ചില മാസങ്ങൾ കിടന്ന അനുഭവങ്ങളുണ്ട്. HBയുടെ അളവ് കുറഞ്ഞ് അങ്ങനെ വളരെ ബലഹീനതയിലായിപ്പോയ ദിവസങ്ങളുണ്ട്. ഓപ്പറേഷനുകൾ, അതുപോലെ മരണത്തിൻ്റെ വിളുമ്പോളം ചെന്ന അവസരങ്ങൾ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ആ ഒരു 2011 മുതൽ 20 വരെ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ അത് ഒരു 13-13 ഒരു 4-5 പ്രാവശ്യം അപ്പോഴപ്പോഴായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആർക്കെങ്കിലും എന്നെക്കൊണ്ട് ഹോസ്പിറ്റലിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ ഉണ്ടെന്നാകുമ്പോഴാണ് എൻ്റെ അസുഖം വരുന്നത്. ഞാൻ അഡ്മിറ്റായി ഒരു 2-3 ദിവസം ആകുമ്പോൾ ആർക്കെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അവരുടെ കഷ്ടത്തിൻ്റെ അവർക്കൊരു പോംവഴി പറഞ്ഞു കൊടുക്കുകയോ ദൈവവചനത്തിൽ അവരെ നിലനിർത്തുകയോ ചെയ്യുമ്പോൾ എനിക്ക് സുഖമാകും. ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വരും. അപ്പോൾ ഇങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഹോസ്പിറ്റലിൽ അയക്കുന്നു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, എനിക്ക് വയ്യാണ്ടായി ഞാൻ എണീറ്റ് നിന്ന് എൻ്റെ ഡ്രസ്സ് മാറ്റുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, നീ ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് എന്നെ നീ അയക്കുന്നത്? നിൻ്റെ ഹിതം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2020 എൻ്റെ ആ ഒരു ആശുപത്രിക്ക് പോക്കും ആശുപത്രി അഡ്മിറ്റാക്കൽ അങ്ങനെ നിന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുവരെയും കർത്താവിൻ്റെ കൃപ കൊണ്ട് അഡ്മിറ്റായിട്ടില്ല. പക്ഷേ 2020 ലാസ്റ്റിന് ശേഷം ഒരു 3-3.5 വർഷം കർത്താവ് എന്നെ നടത്തിയത് വേറൊരു തലത്തിലായിരുന്നു. സുവിശേഷ വേലയിൽ എന്തെന്ന് പറഞ്ഞാൽ, തനിച്ചാക്കിക്കൊണ്ട് യോഹന്നാനെ പോലെ പത്മോസിൽ തനിച്ചിരുത്തിക്കൊണ്ട് എന്നെ ദൈവം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, എന്നെ വഴി നടത്തി വന്ന പാതകളെ ഞാൻ ഓർക്കുമ്പോൾ കർത്താവെ, ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് തീരത്തില്ല. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരു 25 വർഷത്തിന് മുമ്പായിട്ട് എൻ്റെ നേരെ വന്ന ഒരു പ്രവചനം, അന്ന് എൻ്റെ ഭർത്താവൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരുന്നു, എന്നെ നല്ലവണ്ണം നോക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പ്രവചനം പറയുന്ന ഒരു സിസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ദിവസം ഒന്ന് വരും, അപ്പോൾ നിൻ്റെ ഭർത്താവിനോ നിൻ്റെ മക്കൾക്കോ നിന്നെ സഹായിക്കുവാൻ കഴിയത്തില്ല. ഏലിയാവിനെ കാക്കകളെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം നിന്നെയും കാക്കകളെ കൊണ്ട് പോഷിപ്പിക്കും എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു 2020 ഡിസംബർ തൊട്ട്, അല്ലെങ്കിൽ 2021 ജാനുവരി തൊട്ട് ഞാൻ അനുഭവിച്ചത്. ആ ഒരു 3.5 വർഷക്കാലം, പ്രത്യേകിച്ചുള്ള ഒരു പത്മോസിൻ്റെ അനുഭവം, തനിച്ചാക്കപ്പെടുതൽ, അധികമായിട്ട് എനിക്ക് ആരോടും അധികം സംസാരിക്കുവാൻ കഴിയാതെ, എൻ്റെ സംസാരം ഇരുന്ന് കേൾക്കുവാൻ മനസ്സില്ലാത്ത ആൾക്കാർ, എൻ്റെ കണ്ണുനീരിൻ്റെ വില മനസ്സിലാക്കാത്തവർ, എൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ പറയുവാൻ ആളില്ലാതെ പോയ ആ ഒരു സമയങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. അതിനുശേഷം 2023 ലാസ്റ്റിലാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് എന്നെ അടുത്തൊരു തലത്തിലേക്ക്, ഒരു മിഷൻ തലത്തിലേക്ക് നടത്തുന്നു എന്ന്. അപ്പോൾ ഞാൻ ആ ഒരു കഴിഞ്ഞ കാലത്തെ പറ്റി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ 5 കാലഘട്ടങ്ങളിൽ കൂടെ ഒരു 5 തരത്തിലുള്ള ഒരു മിഷൻ ഒരു ദൈവവേലയാണ് കർത്താവ് എന്നെ കൊള്ളിച്ച് ചെയ്യിച്ചതെന്ന്. അതുവരെയും എനിക്ക് ഈ 2024 ഏപ്രിൽ വരെയും എനിക്കത് മനസ്സിലായില്ല. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആ ഒരു കല്യാണം വരെയുള്ള ആ ഒരു 20 വർഷത്തെ ജീവിതം, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 17 വർഷത്തെ ആ ഒരു നടന്നു തിരിഞ്ഞുള്ള സുവിശേഷം, അടുത്തൊരു 10 വർഷത്തെ അഡ്മിറ്റായിക്കൊണ്ടും അല്ലാതെയും ആശുപത്രി മിനിസ്ട്രിയും അല്ലാതെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ചില അല്ലാതെ നടന്നുള്ള ആ ഒരു യാത്രയിൽ കൂടെ ഉള്ള ഒരു മിഷൻ കാര്യങ്ങളും, അടുത്ത് 4ാമത് ഘട്ടമെന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് ധനിച്ചാക്കിക്കൊണ്ട്
ഒരു പത്മോസിൻ്റെ അനുഭവം തന്നുകൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ, കർത്താവ് അതിലേക്ക് വേണ്ടി എന്നെ ഷാർജയിലേക്ക് കൊണ്ടുപോയി. അവിടെ എൻ്റെ ഭർത്താവ്, ഞാൻ പാട്ടുകൾ എഴുതുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ 2-3 മാസങ്ങൾ ആകുമ്പോഴൊക്കെ തന്നെ ഞാനൊരു പാട്ട് എഴുതുമായിരുന്നു. പക്ഷേ ഞാൻ ഭർത്താവ് ആ ഒരു വെന്റിലേറ്ററിലായത് തൊട്ട് ആ ഒരു മരണക്കുന്ന ആ ഒരു മാസ കാലയളവിൽ ഞാൻ 6-7 പാട്ടുകളിൽ ഞാൻ എഴുതുവാൻ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആ കഷ്ടതയിൽ തീഴ്ചുളയിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും ആ സ്നേഹത്തെക്കുറിച്ച് ആ കഷ്ടതയിൽ ഇരുന്നപ്പോഴും അടുത്തവരോട് എൻ്റെ ദൈവം എന്നെ നടത്തി വന്ന പാതകളെ പറവാനും എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. അതേപോലെ തന്നെ ഞാൻ 23 ഡിസംബറിൽ ഞാൻ ഒത്തിരി പ്രയാസത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഒരു 25-ാം തീയതിക്ക് മുമ്പ് തന്നെ കർത്താവ് ആ ഒരു ഘട്ടത്തിൽ എനിക്ക് ചില ദൈവമക്കൾ മുഖാന്തരം എനിക്ക് ഉപകാരം ചെയ്തു തന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ ഞാൻ ജാനുവരി 2024 ജാനുവരി 7-ാം തീയതി ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്ന കർത്താവ് നടത്തി വന്ന വഴികളെ ഇതുവരെ എൻ്റെ ദൈവം നടത്തി വന്നത് കഷ്ടതയിൽ, കണ്ണുനീരിൽ, മരണ അവസ്ഥകൾ, രോഗാവസ്ഥകൾ, കൈവിട്ടപ്പെട്ട തനിച്ചാക്കപ്പെട്ട ആ ഒരു അവസ്ഥകൾ എല്ലാத்தைയും ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ വായിൽ ചിലവർ പാട്ടുകളെ തന്നു. ഞാൻ ആ ഒരു പാട്ടിനെ ഈ സമയം ഞാൻ പാടാമെന്ന് ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം, ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം, ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം, ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. എൻ യാത്രയുടെ ഘോരമാം മരുവിൽ എന്നെ നടത്തുന്ന ദൈവം, എൻ യാത്രയുടെ ഘോരമാം മരുവിൽ എന്നെ നടത്തുന്ന ദൈവം. ഞാനൊന്നു തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം നിഴൽ പോൽ കൂടൻ ദൈവം, ഞാനൊന്നു തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം നിഴൽ പോൽ കൂടൻ ദൈവം. ഹൃദയം നുറുങ്ങി വേദനയാലൻ കണ്ണ് നിറയുമ്പോഴും, ഹൃദയം നുറുങ്ങി വേദനയാലൻ കണ്ണ് നിറയുമ്പോഴും കണ്ണീരൊപ്പാൻ എവിടെയും കൂടെ കൂട്ടായി വരുന്ന ദൈവം, കണ്ണീരൊപ്പാൻ എവിടെയും കൂടെ കൂട്ടായി വരുന്ന ദൈവം. എൻ യാത്രയിൽ ഞാൻ തളരുമ്പോഴും താങ്ങുന്നവൻ കരങ്ങൾ, എൻ യാത്രയിൽ ഞാൻ തളരുമ്പോഴും താങ്ങുന്നവൻ കരങ്ങൾ, കൂടെ ഉണ്ടെന്ന് ചൊല്ലിടുന്ന ഇൻപസ്വരമായ ദൈവം, കൂടെ ഉണ്ടെന്ന് ചൊല്ലിടുന്ന ഇൻപസ്വരമായ ദൈവം. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം, ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം. ഇരുളായാലും വെളിച്ചമായാലും
കൂടെ ഇരുന്നിടും ദൈവം. ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഞാൻ എങ്ങനെ സുവിശേഷ വേല ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതേപോലെ എൻ്റെ മകനെ ഞാൻ എങ്ങനെയാണ് ഒരു സുവിശേഷ വേലയ്ക്ക് എനിക്ക് അയക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരു മിഷണറി ആയിട്ട് അയക്കാൻ പറ്റി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളെ സുവിശേഷ വേലയ്ക്ക് വിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നേരെ പള്ളിയിൽ പോലും പോകുവാൻ അവർ കൂട്ടാക്കുന്നില്ല, ദൈവവചനം വായിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞവരുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ മക്കളെയും അതിലേക്ക് നയിക്കുവാൻ പറ്റും എനിക്ക് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. 1991 ഞാൻ പ്രഗ്നൻ്റായി 3 മാസമായപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു, നമുക്ക് ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ നമുക്ക് സുവിശേഷ വേലയ്ക്ക് വിടാമോ എന്ന് ചോദിച്ചു. ഞാനും എന്തെന്ന് ചോദിക്കാതെ ഓക്കെ പറഞ്ഞു. അടുത്ത് എനിക്ക് 1992 ജാനുവരിയിൽ കർത്താവ് എനിക്കൊരു സാമുവിനെ പോലെ ഒരു ആൺകുഞ്ഞിനെ എനിക്ക് തന്നു. പക്ഷേ അന്ന് ഞങ്ങൾ അവനെ കണ്ടത് ഒരു ലൂഥറൻ ചർച്ച് പാസ്റ്ററായിട്ടാണ് ഞങ്ങൾ അവനെ കണ്ടത്. പക്ഷെ അത് തിരിച്ച് അവൻ വളർന്നുകൊണ്ടേയിരുന്നു. അവനോട് പലപ്പോഴും ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അതേപോലെ തന്നെ അവന് ഈ വചനങ്ങൾ, അവനെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിറയെ വചനങ്ങൾ വായിക്കും, പാട്ടുകൾ പാടും, പിന്നെ ചെറിയ കഥകൾ വായിക്കും. അങ്ങനെയായിരുന്നു. തിരിച്ച് അവൻ ജനിച്ചതിന് ശേഷമാണെങ്കിൽ അവന് പാല് കൊടുക്കുമ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അവന് മനസ്സിലാക്കാൻ പ്രായമായപ്പോൾ നിന്നെ ഞങ്ങളൊരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞു. എൻ്റെ പ്രിയ ദൈവമക്കളെ, അങ്ങനെ ദൈവഭാഗത്തിൽ അവന് ഞങ്ങൾക്ക് വളർത്തി കൊണ്ടുവരുവാൻ പറ്റി. അവനും നല്ല അനുസരണമുള്ള ഒരു ദൈവഭയമുള്ള പൈതലായി തന്നെ ജീവിച്ച് വന്നു. അതിനുശേഷം അവൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അവൻ്റെ 14ാമത്തെ വയസ്സ് പ്രായത്തിലാണ് ഞങ്ങൾ ഒരു ആത്മീക ആരാധനയ്ക്ക് പങ്കെടുത്തത്. ആത്മീക ആരാധനയ്ക്ക് പങ്കെടുത്തപ്പോൾ അന്ന് ചർച്ചിൽ നിന്ന് ഒരു ഒണ്ടേ സെമിനാർ പൈതങ്ങൾക്ക് വേണ്ടി വെച്ചു. അപ്പോൾ അതിൽ ഞാൻ അവനെ അയച്ചു. അപ്പോൾ അതുവരെയും അവൻ പറയും, അമ്മ സുവിശേഷ വേല ചെയ്യാൻ, ജോലി ചെയ്തിട്ട് സുവിശേഷ വേല ചെയ്യാം എന്ന് പറയും. ഞാൻ എൻ്റെ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഒരിക്കലും എനിക്ക് എൻ്റെ മോനെ പറഞ്ഞ് തിരിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എങ്ങനെയുള്ള ദൈവത്തിൻ്റെ ജോലി അവൻ നിറവേറ്റണം, ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ നിറവേറ്റണം എന്നുള്ളത് അവനോട് തന്നെ ദൈവം സംസാരിക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇവൻ ആ ഒരു വൺഡേ കോൺഫറൻസിന് പോയിട്ട് വന്ന് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഏൽപ്പിച്ചിട്ട് വന്നു. എന്നോട് വന്ന് പറഞ്ഞു, അമ്മ ഞാൻ ഇന്ന് ഫുൾ ടൈം മിനിസ്ട്രിക്ക് എന്നെ ഏൽപ്പിച്ചു വന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് നിന്നെ നടത്തും മോനെ എന്ന് പറഞ്ഞു. അടുത്ത് +2 കഴിഞ്ഞപ്പോൾ ജെംസിലൊന്നൊരു മിഷൻ ക്യാമ്പ് എൻ്റെ സ്കൂളിൽ +2 ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ ഒരു മിഷൻ കാളിങ് കൊടുത്തു. 1 മാസത്തെ ഒരു മിഷൻ ട്രിപ്പിന് വേണ്ടിയിട്ട് ബീഹാറിലേക്ക് പോകുവാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് പോകാമെന്ന്. അങ്ങനെ അവൻ +2 കഴിഞ്ഞപ്പോൾ 1 മാസത്തെ ഒരു മിഷൻ ക്യാമ്പിന് ബീഹാറിൽ വന്നിട്ട് തിരിച്ചു വന്നവൻ അവൻ ഒരു നോർത്ത് ഇന്ത്യ മിഷൻ ഫീൽഡിലേക്ക് തന്നെ സമർപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ മക്കളുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ, അമ്മ ഞാൻ അവിടെ നോർത്ത് ഇന്ത്യയിൽ ജനിക്കേണ്ടതാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് മകനായിട്ട് ഞാൻ ജനിച്ചത് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പോകാനാണ് ദൈവം നിങ്ങൾക്ക് മകനായിട്ട് തന്നത്, അതുകൊണ്ട് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ്റെ BD പഠനം കഴിഞ്ഞിട്ട് അവൻ 22ാമത്തെ വയസ്സിൽ അവൻ ജാർഖണ്ഡിൽ
ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയുടെ ഒരു ആധിപത്യത്തിൽ അവൻ അവിടെ വന്ന് അവൻ അങ്ങനെ പല ഇടങ്ങളിൽ ആ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഇങ്ങനെ പല ദേശങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹവചനവുമായിട്ട് അവന് യാത്ര ചെയ്യാനുള്ള വഴികൾ ദൈവം അവന് ഒരുക്കി കൊടുത്തു. അങ്ങനെ അവൻ്റെ 28ാമത്തെ വയസ്സിൽ അവൻ വിവാഹിതനായി. അവനിന്നൊരു കുഞ്ഞുണ്ട്. രണ്ടാമത് മരുമകൾ ഗർഭിണിയാണ്. നിങ്ങളോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഞാൻ ഷാർട്ടായിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് മോനെ ഇങ്ങനെ അയച്ചു, ഇങ്ങനെ നടന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കൊടുത്ത ചില വിലകളുണ്ട്. നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൽ 8-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ 14-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെക്കൊണ്ട് കഴിയാത്തത് ഒന്നും നമ്മ വിട്ട് ചെയ്യുവാൻ കർത്താവ് ഒരിക്കലും പറയത്തില്ല. നമ്മെക്കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത് തന്നെ ചെയ്യുവാൻ പറയും. അപ്പോൾ എന്നെക്കൊണ്ട് ആവത് എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളെക്കൊണ്ട് ആവത് ചെയ്യുവാൻ കഴിയും. അത് നിർബന്ധമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആ മുകളിലോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ ബെഥേനിയയിൽ കുഷ്ഠരോഗിയായ സീമോൻ്റെ വീട്ടിൽ അവൻ ഭോജനത്തിനിരിക്കുമ്പോൾ, പന്തിയിലിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി കൊണ്ടുവന്ന് ജഡമാംസ തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ തലയ്ക്കൊഴിച്ചപ്പോൾ അവിടെ അത്രയും മണത്തു. അപ്പോൾ ആ വീട്ടിലിരുന്നവർ പറയുകയാണ്, ഇതിന് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ, അല്ലെങ്കിൽ ഇതിന് വിന്നിടത്തേക്ക് വെച്ചിരുന്നുകൂടെ. ഇങ്ങനെ പല വിമർശനങ്ങൾ അവിടെ നടന്നു. അപ്പോഴാണ് യേശു അവിടെ ഇരുന്നവരോട് പറഞ്ഞത്, അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ സ്ത്രീ തൈലം ഒഴിച്ചപ്പോൾ നാം ആ ഒരു 3 മുതൽ ഒരു 7 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കും ആ സ്ത്രീക്ക് എതിരായിട്ട് അവിടെ ഇരുന്നവർ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് എൻ്റെ മകനെ ഞാൻ അയച്ചപ്പോൾ, സുവിശേഷ വേലയ്ക്ക് അയച്ചപ്പോൾ എന്നോട് എനിക്ക് വട്ടുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. എന്തുകൊണ്ട് നിൻ്റെ ഭർത്താവ് ഇത്രയും കഷ്ടപ്പെടുന്നു, അവനെ വീണ്ടും വീണ്ടും കഷ്ടപ്പെടുത്താനാണോ നിൻ്റെ ഭാവം എന്ന് ചോദിച്ചവരുണ്ട്. നിനക്കൊരു മകളുണ്ട്, അവളെ കെട്ടിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ബോധം നിനക്കില്ലയോ എന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. അപ്പോൾ അവനന്ന് 22 വയസ്സായപ്പോഴവൻ മിഷണറി ആയിട്ട് പോയപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖം പോലെ, അവന് മെച്യൂരിറ്റി തോന്നത്തില്ല. ആ ഒരു പൊടി കുഞ്ഞിനെ നീ അയച്ചിട്ടിരിക്കാൻ നിനക്ക് ഹൃദയമില്ലയോ എന്ന് ചോദിച്ചവരുണ്ട്. എൻ്റെ മോൻ നല്ലവണ്ണം എന്നെ അനുസരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അവൻ അനുസരണ ഉള്ളത് കൊണ്ട് നിൻ്റെ ഇഷ്ടത്തിന് അവനെ അടിച്ചു വരട്ടിയല്ലയോ, അവൻ എന്ത് തെറ്റ് ചെയ്തെന്ന് ചോദിച്ചവരുണ്ട്. ഇങ്ങനെ എൻ്റെ കുടുംബക്കാരിൽ നിന്നും വെളിയിൽ നിന്നും ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഞാൻ കേട്ടതുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആ വിമർശനത്തിനേക്കാളും ഞാൻ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്, ഞാൻ അനാഥയായി നിന്നപ്പോൾ എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അറിയാതെ ആത്മഹത്യക്ക് നേരായി പോകുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ കഷ്ടത്തിൽ ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ തങ്ങളുടെ വീട് വിട്ടു പോകുന്ന, ആത്മഹത്യക്ക് പോകുന്ന അനേകർക്ക് അതൊരു പ്രയോജനമാകണം. എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴത്തിന് അടുത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള ആ ഒരു എണ്ണമല്ലാതെ എനിക്ക് വേറെ ഒരു ലാഭവും ഞാൻ ഇതിൽ നിന്ന് നോക്കിയില്ല. പക്ഷേ എന്നെ കർത്താവ് ഇതുവരെയും കരം പിടിച്ച് നടത്തി വന്നു. ഷാർജയിൽ വെച്ച് ലാസ്റ്റിൽ ഞങ്ങൾ 2021 ജാനുവരി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ നാട്ടിൽ ചെന്ന് വന്നിട്ട് ഒരു വാഹനമൊക്കെ എടുത്ത് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയിക്കുവാനും അനേകർക്ക് ആശ്വാസമായി ഇരിക്കുവാനും സുവിശേഷ വേലയുമായി ഇറങ്ങണമെന്ന് ഞാനും എൻ്റെ ഭർത്താവും തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം 2021 ജാനുവരിയിൽ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നാം നാട്ടിൽ പോയിട്ട് സുവിശേഷ വേല പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാവും. ഞാൻ ഇത്രയും വർഷം ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ആരോടും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾക്ക് വിഷമമുണ്ടാകും. അതുകൊണ്ട്
നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷത്തിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞു, എനിക്ക് സഹോദരി, എനിക്ക് നീ പറയുന്നത് പോലെ എനിക്ക് പറയാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മൊബൈലെടുത്ത് ചെവിയിൽ വെച്ചിട്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിക്കും, ഈ 2 വാക്കും ഒരു സുവിശേഷമാണ്. ഈ 2 വാക്കും നിങ്ങൾ പറയുക. എതിരെ വരുന്നത് ഏതൊരു വ്യക്തിയായാലും, ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയായാലും, ആ ഒരു യേശുവിൻ്റെ സ്നേഹം അവർക്ക് ആവശ്യമാണെങ്കിൽ അതിനെ പരിശുദ്ധാത്മാവ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഹൃദയങ്ങളിൽ കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ ഡ്യൂട്ടിക്ക് പോയ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞയച്ചു. തിരിച്ച് വരുമ്പോൾ പറയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, പോകുമ്പോൾ തന്നെ ആരോടെങ്കിലും പറയണമെന്ന് പറഞ്ഞയച്ചു. അവർ അന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരോടെങ്കിലും സുവിശേഷം പറയുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ നേരെ വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി ദൂരെ പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മനുഷ്യൻ എവിടെ വെച്ചാണ് ഞാനിത് പറഞ്ഞു അവിടെ തന്നെ നിന്ന് എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ആ മനുഷ്യന് നിർബന്ധമായിട്ടും ആവശ്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് തിരിഞ്ഞ് എന്തെന്ന് ചോദിച്ചെങ്കിൽ അവർ സംസാരിക്കുമായിരുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, അങ്ങനെ കർത്താവിൻ്റെ ഒരു സുവിശേഷം പറഞ്ഞ എൻ്റെ ഭർത്താവ് തുടർന്നുള്ള ദിവസങ്ങളിലും ഞാൻ ദിവസവും ചോദിക്കുമായിരുന്നു. അവർ സുഖമില്ലാതായി ഹോസ്പിറ്റലിലായി വെൻറ്റിലേറ്റർ ആകുന്ന ആ ഒരു ദിവസത്തിൻ്റെ മുമ്പേ താൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആ ദിവസങ്ങളിൽ ഇതേ കാര്യം പറയുവാൻ തുടങ്ങി. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിക്കും എന്ന്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ഒരു ശബ്ദം ആ ഒരു യുഎയും കാറ്റിൽ തന്നെ പറന്നുകൊണ്ടിരിക്കണം. ആരൊക്കെ ഒരു സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നുവോ അവരുടെ ഹൃദയങ്ങളിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ അവിടെ ചെവികളിൽ എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കളെ, കർത്താവ് നിങ്ങളെയും അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ പ്രായം ഏതെന്ന് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് പഠിത്തമില്ല എന്ന് നിങ്ങൾ നോക്കണ്ട. പക്ഷേ നിങ്ങൾ ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അടുത്തവരോട് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് സുവിശേഷങ്ങൾ വലിയ പാസ്റ്റർമാരെ പോലെ അല്ലെങ്കിൽ വലിയ സുവിശേഷകരെ പോലെ അല്ലെങ്കിൽ വലിയ പാട്ടുകാരെ പോലെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങളെ ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന യേശുവിൻ്റെ സ്നേഹം അടുത്തവരോട് പറയാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ രക്ഷിക്കും എന്നുള്ള ആ 2 വാക്കുമെങ്കിലും നിങ്ങളുടെ ജീവൻ പോകുന്നതിന് മുമ്പ് പലരോടും സംസാരിക്കണം. നിർബന്ധമായിട്ടും അതൊരു സുവിശേഷ വേല തന്നെയാണ്. അല്ല, നിങ്ങൾക്ക് സുവിശേഷം പറയുവാൻ അറിയാമെങ്കിൽ നിർബന്ധം നിങ്ങൾ സുവിശേഷം പറയണം. കാരണം എന്ത് വെച്ചാൽ നമുക്ക് കിട്ടിയതിന് നാം പകർന്നു കൊടുക്കുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്നും എൻ്റെ സാർജെ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ അവിടുത്തെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു 2 വാക്കുകൾ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിക്കും, ആ 2 വാക്കും ആ UAE മണ്ണിലെ കാറ്റിൽ അങ്ങനെ കലങ്ങിക്കൊണ്ടുവരണം. ആരാണ് ആവശ്യത്തിലിരിക്കുന്നു അവരുടെ ചെവിയിൽ ഈ വാക്കുകളെ എൻ്റെ ദൈവം എത്തിക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. കർത്താവ് നിർബന്ധമായിട്ടും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇത്രയും കേട്ട് നിങ്ങൾ എങ്ങനെയാണ് സുവിശേഷം പറയുന്നത് എന്ന് കേട്ട് എന്ന് പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ സ്നേഹിച്ച ഒരു സ്നേഹത്തിൻ്റെ ആഴത്തിനെ, അതാരാണ് സ്നേഹിച്ചോ അയാളെക്കുറിച്ച് നാം വെളിയിൽ പറയുക, അയാൾ നമുക്ക് ചെയ്തുന്ന നന്മകളെക്കുറിച്ച് പറയുക. അത് തന്നെയാണ് സുവിശേഷം. അടക്കി വയ്പ്പാനോ അടങ്ങിയിരിപ്പാനോ ഇതൊരു സമയമല്ല. നാം നമ്മളെ മക്കളെ അയച്ചില്ലെങ്കിൽ ആരയക്കും? നാം ഇറങ്ങിയില്ലെങ്കിൽ ആരിറങ്ങും? എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ മക്കളെ അയക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ
പിന്നെ നിങ്ങൾ ഇറങ്ങുവാൻ മടിക്കരുത്. യേശു ആ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവൾ തന്നാലാവുന്നത് ചെയ്തു. അതേപോലെ നിങ്ങളെ നോക്കി പറയണം അവൻ തന്നാലായത് ചെയ്തു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരു 14 വയസ്സുകാരനെ ഒരു ഒണ്ടേ സെമിനാറിന് അയച്ചിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ സഭയ്ക്ക് കിട്ടിയത് ഒരു ഫുൾ ടൈം മിനിസ്ട്രിക്കാരനെയാണ്. അതേപോലെ തന്നെ ഒരു +2കാരനെ ഒരു മാസത്തെ ഒരു മിഷൻ ക്യാമ്പിലേക്ക് അയച്ചിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ സഭയ്ക്ക് കിട്ടിയത് ഒരു മിഷണറിയാണ്. നാം ഇന്ന് ഒരു 10 കഴിയുമ്പോൾ അല്ലെങ്കിൽ 12 കഴിയുമ്പോൾ മക്കളെ ഒരു ഒണ്ടേ സെമിനാറിനോ അല്ലെങ്കിൽ ക്യാമ്പുകൾക്കോ മിഷൻ ക്യാമ്പുകൾക്കോ അയക്കാതെ നാം ഇന്ന് ഉപരിപഠനത്തിനായി ഒരു നീറ്റിൻ്റെ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ വേറെ ഒന്നിനു വേണ്ടിയാണ് നാം മക്കളെ ഒരു ട്യൂഷൻ സെൻറ്ററിലോ കോച്ചിങ് സെൻറ്ററിലോ അയക്കാനാണ് നാം ബന്ധപ്പെടുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, കാലം അത്രയും പെട്ടെന്ന് ഓടിപ്പോയി. എൻ്റെ നാം ഇന്ന് മിണ്ടാതിരുന്നാൽ നിർബന്ധമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ തന്നെ വരും. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം തൈലക്കുപ്പികളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ പോകാറുണ്ട്. എങ്ങനെ എന്ന് വെച്ചാൽ, ഈ സ്ത്രീ സീമോൻ്റെ വീട്ടിൽ ചെന്ന് തൈലക്കുപ്പി കൊണ്ടുപോയതുപോലെ നാം മക്കൾക്ക് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ മക്കളുടെ ഉപരിപഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് എക്സാം എടുക്കുമ്പോൾ ഒരു വിജയത്തിന് അല്ലെങ്കിൽ മക്കൾക്കൊരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കളുടെ ഒരു വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്കൊരു തലമുറ കിട്ടുവാൻ വേണ്ടി ഇങ്ങനെ പല സമയങ്ങളിലും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന തൈലക്കുപ്പികളായ ആ ഒരു മക്കളെയും കൊണ്ട് നാം പോകും. പക്ഷേ അന്നാണെങ്കിൽ ആ സ്ത്രീയാണ് തൈലക്കുപ്പി നിറച്ചത്. എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഇന്നാണെങ്കിൽ ദൈവം തൻ്റെ മക്കളെ നമുക്ക് തൈലക്കുപ്പികളായി നമ്മ കയ്യിൽ തന്നിരിക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ കരങ്ങൾ കൊടുക്കും. കർത്താവ് വിചാരിക്കും ഇവൾ ഇപ്പോഴെങ്കിലും പൊട്ടിച്ചൊന്ന് ഒഴിക്കുമെന്ന്. നാം പൊട്ടിച്ചൊഴിക്കത്തില്ല, അങ്ങനെ കൊടുക്കും. ആ ഒരു ക്രിസ്തുവിൽ നിന്ന് നന്മ പ്രാപിക്കുമ്പോൾ അങ്ങനെ നാം തിരിച്ചു വാങ്ങി വീട്ടിലേക്ക് മടങ്ങും. വീട്ടിൽ കൊണ്ടുവച്ച് നമുക്കിഷ്ടത്തിന് നാം ചെയ്യും. പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടം ചെവാൻ അല്ലെങ്കിൽ കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നെന്ന് പോലും നാം വിചാരിക്കാറില്ല. എന്നിട്ട് പറയും കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, പൊട്ടിച്ചൊഴിക്കുവാൻ നിനക്ക് മനസ്സാണെങ്കിൽ നിർബന്ധമായിട്ടും അതിനെ ഈ ലോകത്തിനൊരു മണം വരുത്തത്തക്കതാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയും. പൊട്ടിച്ചൊഴിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പ്രിയ ദൈവമക്കളെ, എൻ്റെ കുഞ്ഞിനെ ഞാൻ അയക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ കരഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ, അവൻ്റെ ഒരു 22ാമത്തെ വയസ്സിൽ 22ാമത്തെ വയസ്സിലല്ല 18ാമത്തെ വയസ്സ് തുടങ്ങിയപ്പോൾ അവൻ എന്നെ വിട്ട് ഒരു ബൈബിൾ കോളേജിൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി കിലോമീറ്റർ ദൂരെ പോയിട്ട് മാസത്തിലൊരിക്കൽ വരുമ്പത്തുള്ളൂ. എൻ്റെ മോൻ എന്നെ വിട്ട് അകന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ ബൈബിൾ കോളേജിലെ അഡ്മിഷൻ എല്ലാം വാങ്ങി. അത് കഴിഞ്ഞ് അവൻ നാർത്തിൽ പോകാനായിട്ട് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് രാത്രി പ്രാർത്ഥനയ്ക്ക് ഞാൻ കട്ടിലിരുന്ന എനിക്കാണെങ്കിൽ ഇവൻ എന്നെ വിട്ട് പോകുന്ന ആ ഒരു സീൻ വിചാരിച്ചപ്പോൾ എന്നെക്കൊണ്ട് അടക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ നിറയെ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. മണിക്കൂറോളം കരഞ്ഞിട്ട് ഒരു പാതിരായിട്ടും എൻ്റെ കരച്ചു നിന്നില്ല. രാത്രി വെളുപ്പാൻ രാവിലെ ഒരു 3 മണിയായപ്പോൾ ഞാൻ കരഞ്ഞ് എൻ്റെ മുഖമൊക്കെ കയറി അങ്ങ് വീങ്ങി. എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദന, കണ്ണുവേദന, എൻ്റെ കരച്ചിലാണെങ്കിൽ നിൽക്കുന്നുമില്ല. ഞാൻ എൻ്റെ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി തന്നിട്ട് തിരിച്ചു വാങ്ങാൻ ഞാൻ ഒരിക്കലും ഒരുങ്ങത്തില്ല. നിനക്ക് വേണ്ടി തന്നിട്ട് ഞാൻ എൻ്റെ കാര്യത്തിനായി ഞാൻ പിടിച്ചു നിർത്തത്തില്ല. അതുകൊണ്ട് കർത്താവേ, നിർബന്ധമായിട്ടും ഈ രാത്രി ദൈവം നീ എന്നെ സഹായിച്ചേ തീരൂ. അപ്പാ, അങ്ങ് ക്രൂശിലായിരുന്നപ്പോൾ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ശിഷ്യനെ ഏർപ്പെടുത്തിയതുപോലെ ഞാനും ഒരു അമ്മയാണ്. എനിക്കിന്ന് രാത്രി എനിക്ക് അല്പം മനസ്സമാധാനം കിട്ടിയേ തീരൂ. എൻ്റെ ഈ കണ്ണുനീര് നിന്നേ തീരൂ. എനിക്കല്പം ഉറങ്ങിയേ തീരൂ. നീ എന്നെ സഹായിക്കണം. അങ്ങയുടെ ജോലിക്ക് തന്നിട്ട് ഞാൻ നിർബന്ധമായിട്ടും എനിക്ക് വേണ്ടി ഞാൻ എടുക്കത്തില്ല എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എനിക്ക് ഉറങ്ങണമെന്ന് തോന്നി. ഞാൻ ഉറങ്ങി. രാവിലെ എണീറ്റപ്പോൾ എൻ്റെ
ഹൃദയം ഒരുപാട് ശാന്തമായിരുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്നും അവൻ എൻ്റെ വീട്ടിൽ, ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലുള്ളവളാണ്, പക്ഷേ എൻ്റെ മകൻ നോർത്ത് ഇന്ത്യയിൽ ലോകത്തിലെവിടെ പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞാലും പക്കത്തിലെ അടുത്തുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വരുന്നു എന്നുള്ള, തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് വരുന്നു എന്ന് അവൻ പറഞ്ഞിട്ട് പോകുന്നത് പോലുള്ള ഒരു ഫീലിംഗ് അല്ലാതെ എനിക്ക് ഇതുവരെയും ഒരു മനപ്രയാസം ഉണ്ടായിട്ടേ ഇല്ല. കർത്താവ് അത് തന്നിട്ടുമില്ല. കാരണമെന്ന് പറഞ്ഞാൽ ആ രാത്രി ഞാൻ ആ ഒരു സ്ത്രീ സ്വച്ഛജട മാംസതൈലം പൊട്ടിച്ചൊഴിച്ചതുപോലെ എൻ്റെ ഹൃദയത്തെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പൊട്ടിച്ചൊഴിച്ചത്, അത് അങ്ങനെ തന്നെ ദൈവം സ്വീകരിച്ചു എന്നാണ് പറയുവാൻ. എൻ്റെ ദൈവമക്കളെ, അതേപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ പുറകെ നാം കൊടുക്കേണ്ട വില വലുതാണ്. അത് നിങ്ങൾ മറന്നു കളയരുത്. അതേപോലെ തന്നെ അവൻ 22ാമത്തെ വയസ്സിൽ അവൻ ജാർഖണ്ഡിലോട്ട് പോകുന്ന ആ ഒരു മാസകാലം അവൻ ഫൈനലേറിയ 5 വർഷത്തെ പഠനവും കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്ന് നിന്ന ഒരു മാസവും ഞാൻ പെട്ടെന്ന് രോഗിയായി, ഞാൻ കടപ്പിലായിപ്പോയി. എന്നെക്കൊണ്ട് എഴിക്കുവാനോ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിപ്പാനോ എന്നെക്കൊണ്ട് കഴിയത്തില്ല. എൻ്റെ റൂമിലെ ചുവർ പിടിച്ച് വല്ല വിധനെ ഞാൻ ബാത്റൂം പോകും, അത്ര തന്നെ. എന്നെ അധികം എൻ്റെ സകല കാര്യങ്ങളും നോക്കിയത് എൻ്റെ മകനാണ്. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ അപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ അവൾ BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ട് ഹോസ്റ്റലിലായിരുന്നു. എൻ്റെ ഭർത്താവ് ഷാർജയിലായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ ജാർഖണ്ഡ് പോകാനുള്ള ടിക്കറ്റും അവൻ എടുത്തു കഴിഞ്ഞായിരുന്നു. അതിൻ്റെ 2 ദിവസത്തേക്ക് മുമ്പേ അവൻ എനിക്കൊരു ചായയും കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്തിരുന്നും കൊണ്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞമ്മ, ഞാൻ നോർത്തിലേക്ക് പോകേണ്ടത് വേണമെങ്കിൽ എനിക്ക് 1 വർഷം നിങ്ങൾക്ക് വയ്യത്തോണ്ട് നീട്ടി വയ്ക്കാം, പക്ഷേ ഞാൻ ഒരുപാട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകാതിരുന്നാൽ പല കാര്യങ്ങളും പറഞ്ഞ് പൈശാചികൻ എന്നെ പിടിച്ച് ഇവിടെ നിർത്തും. ദൈവത്തിൻ്റെ ഹിതം എനിക്ക് ചെയ്യുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോകുവാൻ തീരുമാനിച്ചു. കർത്താവ് അമ്മയെ കരുതുമെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ എണീറ്റ് കട്ടിലിരുന്നുകൊണ്ട് എൻ്റെ മകനോട് പറഞ്ഞു, മോനെ, ഞാൻ കർത്താവിനൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരിക്കലും ഞാൻ എൻ്റെ ആവശ്യത്തിനാക്കി നിന്നെ ഞാൻ തിരിച്ച് ദൈവത്തെ സന്നിധിയിൽ നിന്ന് വാങ്ങുകയില്ല. നീ ടിക്കറ്റ് എടുത്ത സമയത്തിൽ നീ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വയ്യാത്തത് കൊണ്ട് നീ മടിച്ചു നിൽക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയിരുന്നു. പക്ഷേ നീ ആയിട്ട് വന്ന് പറഞ്ഞു, മക്കളെ, നിർബന്ധമായിട്ട് നീ പോകണം, ദൈവം നിന്നെ നടത്തും, എന്നെയും നടത്തുമെന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, അവൻ പോകുന്ന ദിവസം രാവിലെ അവനൊരു ചായ കൊണ്ടുവന്ന് തന്നു. അവൻ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി അവന് പുറത്തു പോകണമായിരുന്നു. പക്ഷേ അവന് വൈകുന്നേരം 6 മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വേണം. ഞാൻ അന്ന് ആ ചായയും കുടിച്ചിട്ട് ഞാൻ അടുക്കളയിൽ കയറി. ഞാൻ എൻ്റെ മോന് 3 ദിവസം യാത്രയിൽ കഴിക്കേണ്ട ചപ്പാത്തി ചൂടാക്കി, അതിനുള്ള ചമ്മന്തി ശരിയാക്കി, അവന് കുടിക്കാനുള്ള വെള്ളം, അന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം, രാവിലെ കഴിക്കേണ്ട കാപ്പി, സകലതും ഞാൻ എണീറ്റ് നിന്ന് 1 മാസത്തിന് ശേഷം സകലതും ഒരുക്കി എൻ്റെ മോനെ ഞാൻ നോർത്തിലേക്ക് പറഞ്ഞയച്ചു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആ കടക്കയിൽ നിന്ന് കർത്താവ് എന്നെ എണീപ്പിച്ചു. എൻ്റെ പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നാം കർത്താവിനെന്ന് പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതല്ല. നമ്മൾ ഇന്ന് തൈലക്കുപ്പികളായ മക്കളെ കൊണ്ട് അപ്പൻ്റെ കരങ്ങൾ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് വേണ്ടി എടുക്കുന്നതല്ല. പൊട്ടിച്ചൊഴിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർത്ത് കൊള്ളുവാനും ദൈവം ശക്തനാണ്. കർത്താവിൻ്റെ വരവ് വരെയും സുവിശേഷ പാതയിൽ നിലനിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, നീ എന്നെ നടത്തിയ വഴികൾ, കർത്താവേ, നീ എന്നോട് കൂടെ, ഞാൻ അറിയാതെ എന്നോട് കൂടെ വന്ന പാതകൾ, കർത്താവേ, ഒന്നു മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ദൈവമേ, 15ാമത്തെ വയസ്സിൽ പപ്പയെ നഷ്ടപ്പെട്ട്, ദൈവമേ, വരുമാനം നഷ്ടപ്പെട്ട്, പഠനം നഷ്ടപ്പെട്ട് നിന്ന് എനിക്ക്, കർത്താവെ, ഓരോന്നായിട്ട് അതാത് സമയങ്ങൾ ചെയ്തു തന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിലാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നതെന്ന് പ്രിയ ദൈവമക്കളോട് ഞാൻ പകർന്നുകൊണ്ട്, കർത്താവെ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ ഇവരും, കർത്താവെ, നിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും നിൻ്റെ സ്നേഹത്തിന് ദൈവം ഈടായിട്ട് ഞാൻ എന്ത് ചെയ്യും, കർത്താവിൻ്റെ നാമത്തിനെ എടുത്തുകൊണ്ട്, കർത്താവെ, ഞാൻ വിളിച്ചു ഘോഷിക്കുമെന്ന ആ
സങ്കീർത്തനക്കാരനെ പോലെ കർത്താവെ അടക്കി വയ്ക്കുവാനല്ല, നീ ചെയ്ത നന്മകളെ ഘോഷിച്ച് ആനന്ദിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരുടെ ഹൃദയങ്ങളെയും കർത്താവെ ഓരോരുത്തരുടെ നാവുകളെയും നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല സുവിശേഷത്തിന് വേണ്ടി നിൻ്റെ മക്കളെയും കൂടെ ചേർത്ത് പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവർക്ക് വിധേയപ്പാ അതിൻ്റെ അഭിഷേകം ഈ പ്രാർത്ഥന സമയം തന്നെ ഓ ഹല്ലേലൂയ നിൻ്റെ മക്കളുടെ തലമേൽ ദൈവം ഇനി അയക്കണമേ. ഷാബു ദറബഹ ശംബർ ബൽപ ആജോഡ് മെരദല ബൗശങ്കൽ കൗഡറ വസത്തെ മേരല ബൗഷൻ ബർബര ആ തുർമെരെ ഹിൽക്കൽ ഷേബർ ബല. ഏത് സമയത്ത് കർത്താവെ, ഏത് ദൈവമേപ്പ ഹാലി എത്ര വർഷം കഴിഞ്ഞ് ദൈവമേ ഈ സാക്ഷ്യം നിൻ്റെ മക്കൾ കേട്ടാലും കർത്താവെ അതിൽ കൂടെ കർത്താവെ അവർ അഭിഷേകിക്കപ്പെടുവാനും കർത്താവെ താങ്കൾ എഴിച്ച് കർത്താവെ മലമേലിരിക്കുന്ന പട്ടണത്തെ പോലെ ദൈവമേ വിളക്കിൻ്റെ കർത്താവെ പറമേൽ ദൈവമേ കൊളുത്തി വെച്ച ഒരു മെഴുകിത്തിരി പോലെ കർത്താവെ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ കർത്താവെ ഒരു ഒപ്പിനെ പോലെ കർത്താവെ അനേകർക്ക് രുചി വരുത്തുന്നവരായി മാറുവാൻ ഇവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് കർത്താവെ തങ്ങളുടെ ജീവിതങ്ങളെ നഷ്ടമാക്കാതെ നിൻ്റെ വരവിലേക്ക് ഒരുക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണമേ നല്ല പിതാവേ. ആമേൻ.